ഈ കേരളത്തിൽ ഒരു പ്രീ ഓൺ ലക്ഷറി കാർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് റോയൽ ഡ്രൈവ് ആണ് ശരിക്കും ലോഞ്ച് ചെയ്തത്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ശരിക്കും എങ്ങനെയാണ് ഈ പ്രീ ഓൺ സെഗ്മെന്റിലേക്ക് എത്തിയത്, അതിൻ്റെ ഒരു ബ്രാൻഡിലേക്ക് എത്തുക, ആ ഒരു സ്റ്റോറി, നമ്മുടെ ഫൗണ്ടിങ് സ്റ്റോറി ഓഫ് റോയൽ ഡ്രൈവ് ശരിക്കും എങ്ങനെയാണ്? ഫണ്ട് സ്റ്റോറി ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്, എന്നാലും കൂടി ഒരിക്കലും കൂടി പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആക്ച്വലി ഒരു വാഹന മേഖലയിൽപ്പെട്ട ആളല്ലായിരുന്നു. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു മൊബൈൽ മേഖലയിലാണ്. മൊബൈൽ ടെക്നീഷ്യനായിട്ട്, അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പായിരുന്നു എനിക്ക് സൗദി അറേബ്യയിൽ. അവിടുന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന ഇടയിൽ നാട്ടിൽ വന്നു, ഇവിടെ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ മൊബൈൽ ഷോപ്പ് എൻ്റെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം നമ്മളെ കുറവുകളാണല്ലോ നമ്മളെപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ ഈ പഠിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ അന്ന് ബിസിനസ്സിനെ ഇപ്പോൾ എല്ലാ മേഖലയിലുള്ള മനുഷ്യർ, ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ ഒരു 5 വർഷം പഠിക്കുന്നുണ്ട്. ഒരു CA അവർ ഒരുപാട് പഠിച്ചതിന് ശേഷമാണ് ഒരു CA എന്നുള്ള സർട്ടിഫിക്കേഷന് കിട്ടുന്നത്. അതേപോലെ ഒരു ആർക്കിടെക്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും പഠനം നിർബന്ധം. പക്ഷേ നമ്മുടെ നാട്ടിലെ എന്തോ ഒരു അവസ്ഥ കാരണം ഓൺട്രപ്രണർക്ക് മാത്രം ഒരു ആവശ്യമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ചാടിക്കഴിഞ്ഞ് നീന്തുക എന്നൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ബിസിനസ്സുകാരനാകണം എന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പോയ സമയത്താണ് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്, നമ്മുടെ പാഷനെ ബിസിനസ്സായി ആക്കുന്നതാണ് കൂടുതൽ നമുക്ക് ബെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പാഷൻ എന്നുള്ള പലർക്കും കുറേ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഓട്ടോമൊബൈലിലെ അപ്ഡേഷൻസ്, അന്ന് സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു, പക്ഷേ മറ്റുള്ള ബുക്കുകളിലൂടെയും ഒക്കെ അപ്ഡേഷൻ മാക്സിമം കിട്ടുന്നതൊക്കെ വാങ്ങി ലോകത്ത് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ഓട്ടോമൊബൈൽ അപ്ഡേഷനും ഞാൻ വളരെ സസൂക്ഷ്മം പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മേഖലയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലോട്ട് 2008 പ്രവാസത്തിന് ശേഷം മലപ്പുറത്തൊരു മൊബൈൽ ഷോപ്പ് തുടങ്ങി അതിന് ശേഷം ഈ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അങ്ങനെ അപ്പോഴാണ് എനിക്ക് ഇതിന് ഇത് ഓടിക്കണമെങ്കിൽ നല്ലൊരു ERP വേണം, ഒരു സിസ്റ്റം പ്രോസസ്സ് വേണം എന്നൊക്കെയുള്ള ചിന്ത. പക്ഷേ 2008 ആ തോട്ട് ഏകദേശം 2015 എനിക്ക് തന്നെ പ്രാക്ടിക്കലാക്കാൻ കഴിഞ്ഞു. അത്രയും കാലം ഞാൻ അതിൻ്റെ ബാക്കിൽ അതിനു വേണ്ടി എഫേർട്ടുകൾ ഇട്ടു. 7 ഞാൻ തിരിച്ചു വന്നത് സൗദി അറേബ്യയിൽ നിന്ന്. 8 മുതൽ ഞാൻ ഇതിനു വേണ്ടി കഠിന പ്രയത്നം ചെയ്തു. അങ്ങനെയാണ് റോയൽ ഡ്രൈവ് എന്ന ഒരു ബ്രാൻഡ് 2015 സ്റ്റാർട്ട് ചെയ്തത്. 16 ഫസ്റ്റിലാണ് ഞങ്ങൾ അതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയത്.